ഏത് നാട്ടിലും പീഡിപ്പിക്കപ്പെടുന്ന ജനത്തോട് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒരു അനുഭവവും തോന്നാത്തത്? ഇസ്രായേൽ കുട്ടിപ്പിശാചാണ്, അതുകൊണ്ട് അവരെ ഉന്മൂലനം ചെയ്താലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ എന്നാണ് പരമോന്നത നേതാവ് പഠിപ്പിച്ചത്. കേരളത്തിൽ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ വിരുദ്ധത പ്രചരിപ്പിക്കുന്നവരുടെ യഥാർത്ഥ പൊയ്മുഖം ഇവിടെ വലിച്ചു കീറുവാൻ എത്തിയിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറേക്കടവിലച്ചനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറേക്കടവിലച്ചൻ. ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുമ്പോൾ ഇതിൻ്റെ ആ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ എന്തെന്നറിയാനായിട്ട് ഞാൻ വെറുതെ എത്ര ആളുകൾ ഇസ്രായേലിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ വ്യാപ്തി ഒന്നറിയാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത്, ഈ ഹമാസ് പ്രശ്നം ഉണ്ടാകുന്ന ഈ 2023 മുമ്പ് വരെ അവരുടെ കണക്കിലുള്ളതിന് അപ്പുറത്ത് ആളുകളുണ്ടാവും. കണക്കിലുള്ളത് 18,000 മുതൽ 20,000 വരെ ആളുകൾ ഇസ്രായേൽ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലായത്. ഇനി ഹമാസ് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ 42,000 ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഇസ്രായേൽ ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ചെയ്തിരുന്നു. ഇനി ഇവരവിടെ അങ്ങനെ താമസിക്കുമ്പോൾ അവരുടെ താമസ സൗകര്യം നമുക്കറിയാം. പലരും ഈ ആളുകളെ കെയർ ചെയ്യാനായിട്ട് താമസിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ വീട്ടിൽ തന്നെ ഒരാളായിട്ടാണ് താമസിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് പോകുന്ന ആളുകൾ പലരും അങ്ങനെ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേൽക്കാർ പല നാടുകളിൽ നിന്ന് വന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്കിങ്ങനെ ഈ നമ്മൾ പറയുന്ന ജാതി വ്യത്യാസമൊന്നുമില്ല, രാജ്യവ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ആളുകളെയും അവർ വളരെ പരിഗണിച്ച് തന്നെയാണ് സംസാരിക്കാനും പെരുമാറാറൊക്കെ ഉള്ളൂ. സാധാരണഗതിയിലുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. ഇനി ഇവർക്ക് എന്ത് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ, അവർക്ക് വെറുതെ സാധാരണ ജോലി ചെയ്യുന്നതിന് 1,35,000 രൂപ മുതൽ 1,70,000 രൂപ വരെ ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നീട് വീക്കെൻഡിൽ ജോലി ചെയ്യുകയോ കൂടുതൽ സമയം ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ അവധി ദിവസം ജോലി ചെയ്യുകയോ ചെയ്താൽ വേറെ പൈസ അതിൻ്റെ കൂടെ കിട്ടും. എന്തായാലും നമുക്കതിനൊരു മീഡിയമായിട്ട് ഒരു 1.5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ, അങ്ങനെ കിട്ടുന്നത് ഇപ്പോൾ ഇവിടുന്ന് കൃഷിക്ക് പോകുന്നവരാണെങ്കിൽ പോലും 1,10,000 മുതൽ 1,30,000 രൂപ വരെയാണ് ശമ്പളം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഈ മേടിക്കുന്ന ശമ്പളം നമ്മൾ കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 1,50,000 രൂപ, 1.5 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഈ ഇന്ത്യയിലുള്ള ആളുകൾ, ഈ 32,000 ആളുകൾ അവിടെ പോയി നമ്മുടെ ഈ നാട്ടിലേക്ക് 576 കോടി വിദേശ നാണ്യം നേടിക്കൊണ്ടാണ് ഇവരിയ്ക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഈ സാധാരണ ബിസിനസ് ഇൻ്റർനാഷണലായിട്ട് ചെയ്യാനുള്ള ഒരു മൂലധനമാണത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർ, ഇങ്ങനെ രാജ്യത്തിന് ഒരു സർവീസ് ചെയ്യുന്ന ആളുകൾ, ഇനി ഇവിടെയുള്ള ആളുകൾ, ഇവിടെ നമുക്ക് ജീവിക്കാനായിട്ട് ഇവിടെ സംവിധാനം ഉൾക്കാത്തതുകൊണ്ടാണ് ഇവർ പുറത്തെ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെ അവരവിടെ പോയി താമസിക്കുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത പ്രക്ഷോഭങ്ങൾ, ബന്ധം വിച്ഛേദിക്കുക, തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: ഈ യഹൂദന്മാരുടെ വീടുകളിൽ അവരുടെ കൂടെ അവരുടെ ഒരു കുടുംബത്തിൽ ആളായിട്ട് താമസിക്കുന്ന ആളുകളോട് യഹൂദർക്കുണ്ടാകേണ്ട മനോഭാവം എന്തായിരിക്കും? അപ്പോൾ ഈ ശത്രു രാജ്യത്തിൻ്റെ ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്ന ഒരു വിചാരം ഉണ്ടാകണമോ? 2, അവിടെ താമസിക്കുന്ന നമ്മളെ ആളുകളെ എന്തിനാണ് നമ്മുടെ ഈ രാഷ്ട്രീയക്കാർ ഇത്രമാത്രം നാണം കെടുന്ന വിധത്തിൽ ഇവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്ന് കാര്യം. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അതാണ് മറ്റൊരു പ്രശ്നം. ഇതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഇറാന് വേണ്ടി ജയ് വിളിക്കുന്നത് കൊണ്ട് മറ്റുള്ള ആർക്കെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യമാണ്. ഈ നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം കൊടുക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ അവർ പുറത്തു പോയി ജീവിക്കാൻ പോയാൽ അവിടെയും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒരു പൊസിഷനാണോ ഈ നേതാക്കളും ഈ ആളുകളൊക്കെ എടുത്തിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അച്ഛൻ പറയുകയുണ്ടായി, നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യക്കാർ ഇസ്രായേലിൽ ഏകദേശം 32,000 പേരോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇസ്രായേലിനെ അപേക്ഷിച്ച് ഇറാനിൽ എത്ര പേർ നമ്മുടെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്? അവർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? സോറി, ഞാൻ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. 32,000 അല്ല 34,000 കണക്ക് പറഞ്ഞത്. ഇസ്രായേൽ എത്ര ആളുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കണക്കിലുള്ളത്. ഇറാനിലേക്ക് പോവുകയാണെങ്കിൽ ഈ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 10,000 കുറച്ച് ആളും കൂടിയാണുള്ളത്. അവരുടെ ശമ്പളം നമ്മൾ നോക്കുകയാണെങ്കിൽ 66,000 മുതൽ 1,65,000 രൂപ വരെയുണ്ട്. നമ്മൾ ഈ താഴെയുള്ള ബിസിനസ്സുകളോ അങ്ങനെ കാര്യങ്ങൾക്ക് വളരെ താഴ്ന്ന ശമ്പളമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. 25,000 മുതൽ 50,000 വരെയൊക്കെ ഉള്ളൂ. ഇറാൻ കുറച്ചും കൂടി ഒരു ദരിദ്ര രാഷ്ട്രമാണ് നമ്മൾ
വിചാരിക്കണം. പിന്നെ അവിടെ ഈ കെടുകാര്യസ്ഥതയുണ്ട്. അപ്പോൾ അത് ഇവരുടെ എല്ലാം കൂടെ നമ്മൾ കൂട്ടിയാൽ അത് 1,00,000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ അത്രയും കിട്ടിയാലായിരിക്കും. കൂട്ടുകയാണെങ്കിൽ തന്നെ 129 കോടി രൂപയാണ് ഇവിടെ ഈ രാജ്യത്തിനായിട്ട് വരുന്നത്. ഇപ്പോൾ അവരെക്കുറിച്ച് ഞാൻ പറയുകയല്ല, ഇത്രയും വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഈ എന്തിനാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു രാജ്യവിരുദ്ധമായിട്ട്, നമ്മൾ ആരെയും പൊക്കിപ്പറയോ താത്തിപ്പറയാൻ വേണ്ടിയിട്ടല്ല, ഇത്രയും രാജ്യത്തിന് ഒരു സംഭാവന ചെയ്യുകയും അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ ജീവിക്കാൻ വേണ്ടി അത് ഇറാനിലായാലും ഇസ്രായേലിലായാലും പോയി ജീവിക്കുമ്പോൾ ഇവരെ എന്തിനാണ് നമ്മൾ നാണം കെടുത്താനായിട്ടുള്ള പരിപാടികൾ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ഇറാനിലുള്ള ആളുകളാണ് ഇവരെ ഒറ്റിക്കൊടുത്തത്. അതുകൊണ്ടാണല്ലോ അവിടെ തന്നെ ഈ ഡ്രോണൊക്കെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ആ പാടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത് ഇസ്രായേലിന്. അതുകൊണ്ടാണല്ലോ വാസ്തവത്തിൽ ഇസ്രായേലിന് അവിടെ പോയി നേതാക്കളെയൊക്കെ ഓരോരോ സ്ഥലത്ത് പോയി വധിക്കാനായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ടും കഴിഞ്ഞത്. വാസ്തവത്തിൽ ഈ ഇറാൻ ഭരണകൂടം വലിയ അധപ്പതനമാണ്. അത് മർദ്ദനത്തിൻ്റെ ഒരു ഭരണകൂടമാണ്. ജനം അവരെ കൊണ്ട് മടുത്തു എന്ന് പറയാം. ഒന്നാമതായിട്ട് ഈ നേതാവിൻ്റെ, പരമോന്നത നേതാവിൻ്റെ ഏകാധിപത്യം, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലിൻ്റെ ഏകാധിപത്യം, അവരുടെ റവല്യൂഷണറി ഗാർഡിൻ്റെ നിയന്ത്രണം, ഇതുകൊണ്ട് ജനം മടുത്തു. ഇതുപോലെ തന്നെ ഇവരുടെ ഇലക്ഷനുകളെല്ലാം അട്ടിമറിക്കപ്പെടുകയാണ്. മോഡറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ അവിടെ ഇലക്ഷൻ നിന്നാൽ അവരെയൊക്കെ അയോഗ്യരായിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതുകൊണ്ട് ഈ ജനം തുടർച്ചയായിട്ട്, ഇപ്പം നമ്മൾ ചിലപ്പം ചില മീഡിയ കൂടെയൊക്കെ ഇതിൻ്റെ ചില വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ പിന്നെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. 2009, 2017, 2019, 2022 വലിയ പ്രക്ഷോഭങ്ങൾ ഇറാൻ മുഴുവനും ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരന്തരമായ വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ അടി ഒടിഞ്ഞു എന്നാണ് പറയുക. ഇവരെപ്പോഴും ഇങ്ങനെ ഈ ജനം ദാരിദ്ര്യത്തിലേക്ക് പോകും ആറ്റോമിക് പ്രോഗ്രാമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഈ സാങ്ഷനുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെയും ഇവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാകും. ഇതേ സമയത്ത് ഈ ഉള്ള പൊതു ഖജന ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോക്സികളെയൊക്കെ വളർത്താനായിട്ട്, അതായത് ഈ പറയുന്ന ഹെസ്ബുള്ളയെയും ഹൂത്തികളെയും ഒക്കെ ഇസ്രായേലിനെതിരെ വളർത്തിയെടുക്കാനായിട്ട് ഇവർ ഉള്ള പൈസ ദുരുപയോഗിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ ജനത്തിൻ്റെ ഈ ഭരണരീതി കൊണ്ട്, ഈ മതഭരണ രീതി കൊണ്ട് ഈ ജനം മടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ വിപ്ലവങ്ങളൊക്കെ കണ്ടത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 2022 മക്സ ആമിനി എന്ന് പറയുന്ന ഒരു യുവതിയെ സെപ്റ്റംബർ 16 ഈ വാർത്തയൊക്കെ വൈഡായിട്ട് നമ്മുടെ നാട്ടിൽ സർക്കുലേറ്റ് ചെയ്തതാണ്. സെപ്റ്റംബർ 16 2022 പോലീസ്, അതായത് ഹിജാബ് വേണ്ട വിധത്തിലല്ല, എന്തോ ധരിച്ചതിൽ വ്യത്യാസം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അവരെ കൊണ്ടുപോയിട്ട് മർദ്ദിക്കുന്ന പോലീസ് സ്റ്റേഷനിൽ. പിന്നെ അവർ മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോകുമ്പോൾ ഈ മർദ്ദിച്ചതിന് സാക്ഷികളുണ്ട്. അപ്പോൾ അതൊരു വലിയ വിപ്ലവമായിട്ട് അവിടെ പുറപ്പെട്ടു. നേതൃത്വം നൽകിയത് അവിടുത്തെ വിദ്യാർത്ഥികളാണ്. സാൻ സിന്ദഗി ആസാദി എന്നായിരുന്നു അവരുടെ മുദ്രാവാക്യം. അതായത് നമുക്ക് വേണമെങ്കിൽ സ്ത്രീ സുരക്ഷ സ്വാതന്ത്ര്യം എന്നതിനെ തർജ്ജമ ചെയ്യാം. സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം. ഇതിന് ഇവർ വലിയ പ്രാധാന്യം നാട്ടിൽക്കിട്ടു. ഹിജാബ് മാത്രമല്ല, മറ്റ് ആവശ്യങ്ങളും അവർക്കുണ്ടായിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, ലിംഗസമത്വം വേണം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെയുള്ള ഇവരുടെ ഈ മതഭരണം ആവശ്യമില്ല എന്നുള്ള ചിന്ത വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു. 100 നഗരങ്ങളിൽ ഇറാനിൽ ഇത് വലിയ പ്രതിഷേധം ഉയർന്നു. അതായത് 31 പ്രൊവിൻസുകളിലും ഇത് നയിച്ചത് വിദ്യാർത്ഥികളാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അലയടികൾ ലോകത്ത് പല ഭാഗത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഭരണകൂടം എന്താണ് ഇപ്പോൾ അധികാരത്തിലുള്ള ഭരണകൂടം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇതിനെ ഈ വിപ്ലവത്തെ വളരെ നിഷ്ഠൂരമായിട്ട് അടിച്ചമർത്തുകയും 500 പേരെ സ്വന്തം നാട്ടുകാരെ വധിക്കുകയും ചെയ്തു. 20,000 പേരെ അവർ അറസ്റ്റ് ചെയ്തു, കസ്റ്റഡിയിൽ മർദ്ദിച്ചു. പിന്നെ അവർക്ക് ബാക്കിയുണ്ടായ കേസുകളും കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു. അതിൻ്റെ ബാക്കിയായിട്ട് സ്ത്രീകൾ ഹിജാബ് വലിച്ചെറിയുകയും പിന്നെ മുടി മുറിച്ച് കളയുകയൊക്കെ ചെയ്തു. എങ്കിലും 2023 ഇത് പൂർണ്ണമായിട്ടും ഇവർ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭരണകൂടത്തോട് സ്വാഭാവികമായിട്ടും ജനത്തിന് എതിർപ്പുണ്ടാവുക സാധാരണമാണല്ലോ. അതുപോലെ തന്നെ ആണ് മറ്റൊരു വിപ്ലവമാണ്. ഉദാഹരണം പറയാൻ 2009 ഗ്രീൻ റവല്യൂഷൻ
എന്ന് പറയുന്നത് അന്ന് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജൂൺ 12, 2009 സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ അന്നത്തെ നമ്മുടെ ഈ അലി ഖമനേയിയുടെ സ്ഥാനാർത്ഥിയായിട്ട്, ഇവരുടെ ഈ ഭരണകൂട സ്ഥാനാർത്ഥിയായിട്ട് വന്നത് മുഹമ്മദ് അഹമ്മദിനജാദാണ്. മറ്റൊരു മോഡറേറ്റ് കാൻഡിഡേറ്റ് വന്നിരുന്നത് മിർ ഹുസൈൻ മുസാവി ആയിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 63% വോട്ടും നജാദിന് കിട്ടി. അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക്. അപ്പോൾ അത് അട്ടിമറിയാണെന്ന് ജനത്തിന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ ചിഹ്നമായിരുന്നു പച്ച. അതുകൊണ്ട് ഇതിനെ ഗ്രീൻ റെവല്യൂഷൻ എന്നാണ് പറയുക. തെരഞ്ഞെടുപ്പ് അസാധുവാക്കി പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ജനത്തിൻ്റെ ആവശ്യം. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വേണം, സംഘടനാ സ്വാതന്ത്ര്യം വേണം, രാഷ്ട്രീയ തടവുകാരുടെ മോചനം ആയിരുന്നു മറ്റൊരു ആവശ്യം. രാഷ്ട്രം ജനത്തെ പീഡിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം എന്നൊക്കെയുള്ളതായിരുന്നു ഈ ജനത്തിൻ്റെ അന്ന് അവർ ഉയർത്തി പറഞ്ഞ ആവശ്യം. എല്ലാ മേഖലയിലുമുള്ള ആളുകൾ ഈ ഇതിനകത്ത് കലാപത്തിൽ പങ്കുചേർന്നു. വാസ്തവത്തിൽ പ്രധാന നഗരങ്ങളിലെല്ലാം അതിൻ്റെ അലയടികളുണ്ടായി. പക്ഷേ ഗവൺമെൻറ് അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. പലരും വധിക്കപ്പെട്ടു, പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു, പലരെയും കാണാതായി. നേതാക്കൾ പലരും വീട്ടുതടങ്കലിലായി. മീഡിയ ബാൻ ചെയ്തു. കാരണം ഇവർ ഈ ആശയം പ്രചരിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചത് ട്വിറ്ററും ഫേസ്ബുക്കും SMS ഒക്കെയാണ്. അതുകൊണ്ട് അതൊക്കെ ബാൻ ചെയ്തു. ഈ ട്വിറ്ററിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയതുകൊണ്ട് ഇതിനെ ട്വിറ്റർ റെവല്യൂഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ഇറാനുള്ള ജനം എന്ന് പറയുന്ന വാസ്തവത്തിൽ ഇവരെ കൊണ്ട് മടുത്തിരിക്കുന്ന ഒരു ജനമാണ്. അവർക്ക് ഈ ഭരണം മാറിക്കിട്ടണം. അത് നമുക്ക് അവരുടെ ഈ ഒറ്റലിൽ നിന്നും ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അച്ഛാ, ഈ ജൂൺ 13 ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു. യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് തെറ്റുകാർ? ഒന്ന് പ്രേക്ഷകരുമായിട്ട് വിശദീകരിക്കാമോ? നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ 13 ഇസ്രായേലാണ് ആദ്യം ആക്രമിച്ചെന്ന് തോന്നും. പക്ഷേ ഈ 13 ഇസ്രായേൽ ആക്രമിക്കുന്നതിന് മുമ്പ് 12 മറ്റൊരു റെസല്യൂഷൻ ഇൻ്റർനാഷണൽ ഏജൻസി ഓഫ് ആറ്റമിക് എനർജി അനുസരിച്ചിട്ട് ഒരു മീറ്റിങ്ങിൽ അവരുടെ പരിശോധന സഹകരിക്കുന്നില്ല തീരുമാനം വന്നതിന് പശ്ചാത്തലത്തിലാണ് അറ്റാക്ക് നടന്നത്. പക്ഷേ അതിനു മുമ്പ് ഇസ്രായേലിന് ചുറ്റും നിന്നുകൊണ്ട് ഇറാൻ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഹെസ്ബോള ഉപയോഗിച്ചാലും ഹൂതികളെ ഉപയോഗിച്ചാലും പലസ്തീൻ ജിഹാദികൾ ഉപയോഗിച്ചാലും ഇസ്രായേലിനെതിരെ ആക്രമിച്ചുകൊണ്ടിരുന്ന ഇറാൻ്റെ യുദ്ധത്തിൻ്റെ ബാക്കിയായിട്ടാണ് ഈ യുദ്ധം ഉണ്ടാകുന്നത്. ഇനി ഇവർ തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ബന്ധം ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ആരാണ് തെറ്റുകാരെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. 1950 ഇസ്രായേലിനെ ആദ്യമായിട്ട് അംഗീകരിച്ച ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇറാനാണ്. ആദ്യം തുർക്കിയാണ് അംഗീകരിച്ചത്. പിന്നെ ഇറാൻ 1950 ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു. അപ്പോൾ അന്ന് രാജഭരണം എന്നറിയാമല്ലോ. ആ കാലത്ത് അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറാൻ ഒരു ഷിയ രാഷ്ട്രമാണ്. ചുറ്റുമുള്ളതെല്ലാം സുന്നികളാണ്. അതുകൊണ്ട് ഇവർ തമ്മിൽ ശത്രുതയായതുകൊണ്ട് ഈ ഇസ്രായേലുമായിട്ട് ശത്രുതയാണ് സുന്നികൾക്ക്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ശത്രു തമ്മിൽ മിത്രമായ ഒരു സംഭവമായിരുന്നു ഇവർ അംഗീകരിച്ച കാര്യം. മറ്റുള്ളവർ അംഗീകരിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഇവരുടെ സഹകരണം വളരെ വലുതായിരുന്നു. മൊസാദ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇസ്രായേലിൻ്റെത്. അതുപോലെ ഇറാൻ്റെ സീക്രട്ട് ഏജൻസിയാണ് സവാക്ക് എന്ന് പറയുന്നത്. ഇവർ തമ്മിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. ഇറാൻ്റെ ഇൻ്റലിജൻസ് ഏജൻറ്റുമാരെ ഇസ്രായേൽ ട്രെയിൻ ചെയ്യിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. സുരക്ഷാ സംവിധാനങ്ങൾ ഒരുമിച്ച് വികസിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇസ്രായേലിന് ഇറാനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഒരേ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചവരാണ് യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. റഷ്യയുടെയും അറബികളുടെയും നീക്കങ്ങളെക്കുറിച്ച് ഇവർ ഇൻ്റലിജൻസ് ഷെയർ ചെയ്തിരുന്നു. ഓയിൽ കച്ചവടം വളരെ മികച്ച രീതിയിലുണ്ടായിരുന്നു. അതായത് ഈ 1950 മുതൽ ഈ ഇസ്ലാമിക് വിപ്ലവം വരുന്ന 1979 വരെ 80 മുതൽ 90% വരെയുള്ള ഇവരുടെ ഓയിൽ വന്നുകൊണ്ടിരുന്ന ഇറാനിൽ നിന്നാണ്. അത് എലാത്ത്, അഷ്കലോൺ പൈപ്പ് ലൈൻ വഴി ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ വലിയ സഹകരണം. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ വികസിപ്പിച്ചെടുത്ത മോഡേൺ ആയിട്ടുള്ള കൃഷി സംവിധാനങ്ങൾ, ജലസേചന സംവിധാനങ്ങൾ, അതുപോലെ കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചിട്ട് വെള്ളം ശുദ്ധി ചെയ്യുന്ന പരിപാടികൾ, മറ്റ് സംരംഭങ്ങൾ, പിന്നെ ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് ഇറാൻ്റെ വിദ്യാർത്ഥികൾ ഇസ്രായേൽ വന്ന് പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ വളരെ വലിയ സൗഹൃദവും കൂട്ടുകെട്ടും ഒക്കെ ഉണ്ടായിരുന്ന 2 രാജ്യങ്ങളാണ് ഇറാനും ഇസ്രായേലും. ഇവരുടെ ഈ ന്യൂക്ലിയർ പ്രോഗ്രാം തന്നെ തുടക്കത്തിൽ ഇസ്രായേലിൻ്റെ സഹായം ഉണ്ടായിരുന്നു. ഈ വലിയ സൗഹൃദ ബന്ധത്തിന് മാറ്റം വന്നത് 1979 ഇസ്ലാമിക റവല്യൂഷനോട് കൂടിയാണ്.
ആയത്തുള്ള ഖുമൈനി അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ആദ്യം അവരുടെ ഗ്രന്ഥങ്ങളനുസരിച്ച് പ്രസ്താവിച്ചത് ഇസ്രായേൽ ഒരു കുട്ടി പിശാചാണെന്നാണ്. അമേരിക്കയാണ് വലിയ പിശാച്, ഇസ്രായേൽ കുട്ടി പിശാച്. അതുകൊണ്ട് ഇസ്രായേലിന് നിലനിൽക്കാൻ അവകാശമില്ല എന്ന് അദ്ദേഹം അങ്ങ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ 1979 മുതൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്നു എന്നുള്ള പ്രസ്ഥാനം അവർ തള്ളിക്കളഞ്ഞു. ഇസ്രായേലിനെ അംഗീകരിക്കുന്നില്ല രാഷ്ട്രമായിട്ട്. അപ്പോൾ ഇവർക്ക് ഇസ്രായേൽ ഒരു ശത്രു രാഷ്ട്രമായിട്ട് ഇസ്ലാമിക റവല്യൂഷൻ അനുസരിച്ചാണ് മാറിയത്. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഉള്ള ഖൊമേനെയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം ഇസ്രായേൽ ഭരണം മാരകമാണെന്നും നിശ്ചയമായത് നീക്കപ്പെടണം എന്നുമുള്ള പോളിസി എടുത്തു. അപ്പോൾ ആരാണ് കുറ്റം ചെയ്തതെന്ന് അവിടെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇസ്രായേലിനെ എല്ലാ വിധത്തിലും ഉന്മൂലനം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഭരണകൂടം ആ രാജ്യത്തിൻ്റെ ചുറ്റും ഇവരുടെ ശത്രുക്കളെ ട്രെയിൻ ചെയ്തുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കെതിരെ ആക്രമണം നടത്തുന്നതിൽ ആരാണ് തെറ്റുകാരൻ? ഇസ്രായേൽക്കാരൻ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ആക്രമിക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇത് അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതികരണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടാകാൻ കാര്യം അതാണ്. ഇവരുടെ കയ്യിലേക്ക് ഈ ആറ്റമിക് എനർജിയും കൂടെ വന്നു ചേർന്നാൽ എന്ത് പറ്റും? ഇത് കൊണ്ട് അവരുടെ തലയിടുകൾ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അവലും മലരും വാങ്ങി വെച്ചോളൂ എന്ന് പറഞ്ഞു വരുന്നൊരു കൊച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രെയിൻ ചെയ്യപ്പെടുന്ന പിള്ളേരുടെ കയ്യിൽ തോക്കെടുത്ത് കൊടുത്താൽ എന്ത് പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇവർ ഈ യുറേനിയം സമ്പുഷ്ടീകരണം മുമ്പോട്ട് കൊണ്ടുപോയി എല്ലാവർക്കും അപകടകരമായി തീരുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമുക്ക് ഇസ്രായേലിനെ കുറ്റം പറയാനായിട്ട് സാധ്യമല്ല. അച്ഛാ, ഇസ്രായേൽ ഇറാൻ ഭരണകൂടവുമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഇസ്രായേലിന് ഇറാൻ ജനതയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇറാൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണ രീതികളിൽ നിന്നും ഇറാൻ്റെ ആക്രമണ രീതികളിൽ നിന്നൊക്കെ ഇത് നമുക്ക് വ്യക്തമാക്കാനായിട്ട് കഴിയും. ഒന്നാമതായിട്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ചുമ്മാ കത്തിച്ചു വിടും. ഇന്നലെ ഇപ്പോൾ ആശുപത്രിയിലൊക്കെ കത്തിച്ചു വിട്ടിട്ടുണ്ട്. ചുമ്മാ കത്തിച്ച് ആളുടെ ഇടയിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. എന്നാൽ ഇസ്രായേൽ ആക്രമിക്കുന്നത് എവിടെയാണ്? അവരുടെ ഈ ന്യൂക്ലിയർ ചെയ്യുന്ന ലാബുകളിൽ, അതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ നേതാക്കൾ ഇത് ചെയ്യുന്ന ആളുകളെ, ശാസ്ത്രജ്ഞന്മാരെയൊക്കെയാണ് ഇവർ കൊല്ലുന്നത്, അല്ലാതെ ജനത്തെയല്ല. മാത്രമല്ല, കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ മിലിറ്ററി സോണുകളിൽ നിന്ന് ജനത്തോട് മാറിപ്പോകാനും ഇസ്രായേൽ ആഹ്വാനം ചെയ്തിരുന്നു. അതായത് ജനത്തെ കൊല്ലാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ ഈ ഇസ്ലാമിക ഭരണം വരുന്നതിന് മുമ്പ് നല്ല ബന്ധമായിരുന്നു നമ്മൾ പറഞ്ഞു. അതിന് ശേഷം പിന്നീട് ഇവർക്ക് ഇറാനിലെ ജനതയ്ക്ക് പ്രശ്നം ഉണ്ടായപ്പോൾ പലപ്പോഴും ഈ ഇസ്രായേൽ ഗവൺമെൻറ് അവരുമായിട്ട് ഇങ്ങനെ ആഹ്വാനങ്ങൾ നടത്തുന്നത്, അതായത് സൗഹൃദപരമായിട്ട് ആഹ്വാനങ്ങൾ നടത്തുന്നത് കാണാം. 2022 ഇസ്രായേൽ ഇറാൻ ജനതയ്ക്കൊപ്പമാണെന്ന് ഇവർ പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. 2025 കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലെ ജനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നെതന്യാഹു ഒരാഴ്ച മുമ്പ് സംസാരിക്കുമ്പോൾ ഇസ്ലാമിക ഭരണകൂടം എൻ്റെ രാജ്യത്തിനെതിരാണ്, ന്യൂക്ലിയർ ഭീകരതയും ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാമുമാണ് ഞങ്ങൾ എതിർക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അതാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത്. നിങ്ങളുടെ നേതൃത്വത്തെ നീക്കം ചെയ്യണം, പീഡനത്തിന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ നെതന്യാഹു പറയുന്നത്. അപ്പോൾ ഇവരോട്, ഈ ജനത്തോട് ഇസ്രായേലിന് വാസ്തവത്തിൽ ഒരു സഹതാപം പോലെയാണ് നമുക്ക് കാണുന്നത്. കാരണം അവർ പീഡിപ്പിക്കപ്പെടുന്ന ജനതയാണ്. അവരുമായിട്ട് നേരത്തെ മുതൽ നമ്മൾ പറഞ്ഞതുപോലെ അവർക്ക് ബന്ധക്കുറവൊന്നുമില്ല. പക്ഷേ അവരെ പീഡിപ്പിക്കുന്ന ഈ ഭരണകൂടം അധികാരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവരുമായിട്ടാണ്. ഇനി ഇസ്രായേലിന് യുദ്ധം ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല. കാരണം ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ്. ഇത് അതിർത്തി തർക്കമോ അങ്ങനെയുള്ള ഒരു കാര്യമല്ലല്ലോ. വാസ്തവത്തിൽ ഇസ്രായേലുമായിട്ട് മറ്റ് ആളുകൾക്ക്, പലസ്തീനയ്ക്ക് അടക്കമുള്ള പ്രശ്നം അതിർത്തി പ്രശ്നമല്ലല്ലോ. അവർക്ക് എല്ലാവർക്കും ഇസ്രായേൽ ഉന്മൂലനം ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊരു വ്യാമോഹമാണ്. കാര്യം എന്താണെന്നറിയാമോ? ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ നാട് സത്യദൈവം ഈ ജനതയ്ക്ക് കൊടുത്തതാണ്. അത് കൊടുത്തതുകൊണ്ട് തന്നെയും അവർ വാസ്തവത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണ്. അവരുടെ അറിവ് പൂർണ്ണമല്ലായിരിക്കാം, പക്ഷേ അവരാരാധിക്കുന്ന ദൈവം സത്യദൈവമാണ്. ആ സത്യദൈവത്തിനെതിരെ മറ്റു മക്കൾ യുദ്ധവുമായിട്ട് പോയാൽ വിജയിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തോട് യുദ്ധം ചെയ്യുന്നവർ തകർന്നു വീഴുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് ഇസ്രായേലിൻ്റേതായിട്ടുള്ള ദൈവികമായിട്ടുള്ള ന്യായീകരണം ഉണ്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാം.